ഹായ് എവറി വൺ, വെൽക്കം ടു സെറ. സെറയുടെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSER 2025 ജൂൺ സെഷനിലുള്ള ലൈഫ് സയൻസ് പേപ്പറിലെ പാർട്ട് എ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയയാണ് CSERലെ പാർട്ട് എ എന്ന് പറഞ്ഞാൽ. കെമിക്കൽ സയൻസ് ആയാലും ഫിസിക്കൽ സയൻസ് ആയാലും ലൈഫ് സയൻസ് ആയി കഴിഞ്ഞാലും പാർട്ട് ബിയും സിയും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അത്ര പോലും പാർട്ട് എ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 30 മാർക്കുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം മാത്സും മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് ഒക്കെ കണ്ടമാനം ഉണ്ട്. അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ആ സമയം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യാതെ പാർട്ട് ബിയോ സിയോ എഴുതുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടുമെന്ന് കരുതി പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് പാർട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് ശരിക്കും ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം പാർട്ട് എയുടെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 15 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഈ 15 എണ്ണത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 മാർക്കാണ്. 30 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 30 മാർക്ക് വാങ്ങാൻ 20 എണ്ണം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര എണ്ണം മതി? 15 എണ്ണം മതി. ഓക്കെ, 15 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഈ 20 എണ്ണവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 15, ഒരു 12 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ 2025 ജൂൺ സെഷനിലുള്ള ഒരു പേപ്പർ, ലൈഫ് സയൻസ് പേപ്പറിൻ്റെ അകത്തുള്ള പാർട്ട് എന്റെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സെഷൻ ലൈഫ് സയൻസുകാർക്ക് മാത്രമല്ല, കെമിക്കൽ സയൻസുകാർക്കും ഫിസിക്കൽ സയൻസുകാർക്കും ഒക്കെ ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളിൽ നമ്മൾ പാർട്ട് എ ആണ് ടാക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മളെ സെഷനിലേക്ക് പോവാം. എങ്ങനെയാണ് 20ൽ 15 ശരിയുത്തരങ്ങളിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്, അതായത് 30 മാർക്കിലേക്ക് നമ്മൾ എത്താൻ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ 20ൽ 20 ക്വസ്റ്റ്യനും എടുത്തിട്ടില്ല. നമുക്ക് ചെയ്യാൻ കഴിയും, എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു 15 ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സെഷൻ കൊണ്ട് എങ്ങനെ പുതുതായി പാർട്ട് എന്റെ ടോപ്പിക്കുകൾ പഠിക്കാന്നല്ല, പാർട്ട് എന്റെ ടോപ്പിക്കുകൾ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷനോടുകൂടി നിങ്ങളെ കോൺഫിഡൻസ് കൂടണം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മറിച്ച് പാർട്ട് എനെ സംബന്ധിച്ച് നിങ്ങളെ നിലവിലുള്ള ആത്മവിശ്വാസം കുറയാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓൺ എ സ്ഫെറിക്കൽ ബലൂൺ ഓഫ് 10 centimeter radius, a circular color patch has an area of 25 centimeter square. If the balloon is uniformly expanded to a sphere of 50 centimeter radius, the area of the color patch in centimeter square would be എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇത് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇതെങ്ങനെ ചെയ്യാം. അതിനു മുമ്പ് മെൻസുറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ഇക്വേഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ പാർട്ട് എഴുതാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞത്, ഏതാണ്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിരുന്നത്. ആ ഏതാണ്ട് ധാരണയിൽ വരുന്ന ടോപ്പിക്കുകളാണ് മെൻസുറേഷനിലുള്ള ഏരിയയുടെയും പെരിമീറ്ററിന്റെയും വോളിയത്തിന്റെയും. അതായത് 2D ആയിക്കോട്ടെ 3D ആയിക്കോട്ടെ, നമുക്കറിയാം 2D ഷേപ്പുകളുണ്ട് 3D ഷേപ്പുകളുണ്ട്. അപ്പൊ 2D ഷേപ്പുകളുടെ ഏരിയയും പെരിമീറ്ററും അതേപോലെ തന്നെ 3D ഷേപ്പുകളുടെ ഏരിയയും വോളിയവും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇക്വേഷൻസ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാഭാവികമായിട്ട് നമുക്ക് പറയുന്ന പോലെ സർക്കിളിന്റെയും സ്ക്വയറിന്റെയും റെക്ടാംഗിളിന്റെയും ഒക്കെയാണ്. അതേപോലെ തന്നെ 3D ഡയമെൻഷണൽ ഫിഗറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യൂബിന്റെയും സ്ഫിയറിന്റെയും ഹെമിസ്ഫിയറിന്റെയും സിലിണ്ടറിന്റെയും എല്ലാമാണ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇവരുടെ ഏരിയകളുടെ ഇക്വേഷൻസ് കാണാപ്പാടം പഠിച്ചു വെക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് സർക്കിളിന്റെയും സ്ക്വയറിന്റെയും റെക്ടാംഗിളിന്റെയും സ്ഫിയറിന്റെയും എങ്കിലും കാണാപ്പാടം പഠിച്ചു വെക്കുക. ഓക്കെ, സോ നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതി എടുക്കുക അല്ലെങ്കിൽ വായിച്ചു നോക്കുകയോ ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യത്തിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബലൂൺ ഉണ്ട്, ബലൂണിന്റെ റേഡിയസ്. സോ സ്വാഭാവികമായിട്ടും
രണ്ട് റേഡിയസുകളെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ 2 റേഡിയസ് തന്നതുകൊണ്ട് തന്നെ നമ്മൾ പഴയ മാത്സിലുള്ള സ്കില്ലുകളൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. പഴയ മാത്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഓർമ്മ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. മാത്സിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയായിരുന്നു, നമ്മൾ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ റൈറ്റ് സൈഡിലേക്ക് എഴുതി വെക്കും. തന്നിരിക്കുന്നത് R1 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. R2 തന്നിട്ടുണ്ട്, 2 റേഡിയസ് ആയതുകൊണ്ട് തന്നെ R1ഉം R2ഉം എടുക്കുന്നു. R2 50 സെന്റിമീറ്റർ. റെഡി. ഒരു ഏരിയയും തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് A1 എന്ന് എടുക്കുന്നു. എന്താ, 25 സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുടെ യൂണിറ്റ് ആണ്. സോ ഓൺ എ സ്ഫെറിക്കൽ ബലൂൺ 10 സെന്റിമീറ്റർ റേഡിയസ്, എ സർക്കുലർ കളർ പാച്ച്. കളർ പാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ള ഒരു സാധനം. ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. Patch has an area 25 centimeter square. If the balloon is uniformly expanded to a sphere 50 centimeter radius, the area of the color patch in centimeter square would be. അതായത് ഒരു ബലൂൺ ഉണ്ടെങ്കിൽ, ഒരു ബലൂൺ ആണ് നിങ്ങൾ കരുതുക, ആ ബലൂണിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. അതിന്റെ മുകളിൽ ഒരു 25 സെന്റിമീറ്റർ സ്ക്വയറിലുള്ള ഒരു കളർ പാച്ച് ഉണ്ട്. ഒരു കളറിന്റെ ഒരു സർക്കുലാർ ഭാഗമുണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന സ്ഫിയർ ഞാൻ കുറച്ചുകൂടി വലുതാക്കുക എന്ന് പറയുന്നതിന്റെ ഏരിയ റേഡിയസ് എത്രയാക്കി, 50 സെന്റിമീറ്റർ ആക്കി. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിലുള്ള ഈ സ്ക്വയർ ബലൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബലൂണിന്റെ മുകളിൽ ഒരു സർക്കുലർ ഷേപ്പിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് പെയിന്റ് ചെയ്യുകയാണെങ്കിൽ ബലൂൺ വലുതാവുമ്പോൾ ഈ പെയിന്റും വലുതാവൂലേ? വലുതാവും. അതാണ് ബലൂണിന്റെ പ്രത്യേകത. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു വെക്കുന്ന എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്യുന്ന എല്ലാ ഭാഗവും എക്സ്പാൻഡ് ആവുമല്ലോ. സോ ഈ 25 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്താവും എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം എക്സ്പാൻഡ് ആവും. റെഡി അല്ലേ? സോ R1 ഷേപ്പുള്ള ഭാഗത്തിന്റെ ഏരിയ A1, ദാറ്റ് ഈസ് 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ R2 ആകുമ്പോൾ ഉള്ള ഏരിയ, ഇത് കാണാൻ നമ്മളെ ബേസിക് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കുലാർ ഷേപ്പിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ? എന്തിന്റെ ഏരിയയുടെ ബേസിക് ഇക്വേഷൻ? ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പൈന്റെ വാല്യൂ 3.14 ആണ്. ഓക്കെ, സോ ഏരിയ പൈ ആർ സ്ക്വയർ. നമുക്ക് A1 ഉണ്ട്, ഇനി കണ്ടുപിടിക്കേണ്ടത് ആരെയാ? A2നെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം R1 തന്നിട്ടുണ്ട്, R1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A1 ഇതാണ്, R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏരിയയും റേഡിയസും തമ്മിലുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇക്വേഷൻസ് കിട്ടും. എന്താ ഏരിയയും റേഡിയസും തമ്മിലുള്ള ബന്ധം? ഏരിയ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസിന്റെ സ്ക്വയർ എന്ന് പറയും. നമുക്ക് ഇക്വേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? A1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R1 സ്ക്വയർ, A2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 സ്ക്വയർ. ഈ രണ്ടും ക്ലബ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് A1 by A2 is equal to R1 by R2 അല്ലെങ്കിൽ R1 square by R2 square എന്ന് വരും. റെഡി അല്ലേ? ഇതിനെ വേണമെങ്കിൽ ഈ സ്ക്വയറിനെ ഒരുമിപ്പിച്ച് നമുക്ക് R1 by R2 whole square എന്ന് വരും. റെഡി? സോ A1ന്റെ വാല്യൂ എത്രയാ? A1ന്റെ വാല്യൂ 25 ആണ്. A2ന്റെ വാല്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? R1ന്റെ വാല്യൂ 10 ആണ്, R2ന്റെ വാല്യൂ എത്രയാ? 50 ആണ്. ഹോൾ സ്ക്വയർ 0 കട്ട് ചെയ്ത് പോയി ബാക്കി എന്താ വരിക? 1/5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/25. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്താ വരിക? 25 into 25 ദാറ്റ് ഈസ് ഈക്വൽ ടു A2. അപ്പൊ A2ന്റെ വാല്യൂ എത്രയാ വരിക? 25 into 25. 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 സെന്റിമീറ്റർ സ്ക്വയർ, 625 സെന്റിമീറ്റർ സ്ക്വയർ. സോ ആൻസർ ഈസ് 2. 625. വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ് ആ കാര്യം. കാരണം ഇത് അത്രയും എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് മെൻസുറേഷൻ. റെഡി? സോ ഇതേപോലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇതേപോലുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ സർക്കിളിന്റെ ചോദ്യമാണ്. ഇനി ചിലപ്പം എന്തായിരിക്കാം, നമ്മുടെ വോളിയം തരാം, പെരിമീറ്റർ തരാം. അതേപോലെ ഇപ്പം സർക്കിളിന് പകരം അടുത്തതായിട്ട് റെക്ടാങ്കിൾ ചോദിക്കാം, സ്ക്വയർ ചോദിക്കാം. ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ഈ ഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ട്രയാങ്കിളിന്റെയും പഠിച്ചു വെക്കുക, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെയും അതേപോലെ തന്നെ പാരലോഗ്രാമിന്റെ ഒക്കെ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കി ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ സംഗതി. സോ ഒന്നാമത്തെ ചോദ്യം വളരെ സക്സസ്ഫുള്ളി കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. അടുത്തത് ആവറേജുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് ആദ്യത്തെ വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഏജ് ഓഫ് 20 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 10 years. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ ചോദ്യം മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ നൽകിയിരിക്കുന്ന ഭാഗങ്ങൾ സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്?
ആവറേജ് ഏജ് ഓഫ് 20 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇസ് 10 years. 20 സ്റ്റുഡൻസിന്റെ 20 സ്റ്റുഡൻസിന്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 10 years ആണ്. Average age of these students together with their 5 teachers is 14. ഈ 20 സ്റ്റുഡൻസും അവരുടെ 5 ടീച്ചേഴ്സിന്റെയും ആവറേജ് കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 14 കിട്ടും. ഏജിന്റെ ആവറേജ് ആണ് കേട്ടോ, ഏജിന്റെ ആവറേജ്. ഓക്കെ, റെഡി എന്ന് വിചാരിക്കും. The age of Ramesh sir is one of their 5 teachers is exactly the same as the average age of all 5 teachers. രമേഷ് സാറുടെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 ടീച്ചേഴ്സിന്റെ ആവറേജ് ഏജിന് ഈക്വൽ ആണ്. 5 ടീച്ചേഴ്സിന്റെ ആവറേജ് ഏജിന് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി. The sum of the ages of all the students and Ramesh sir, 20 സ്റ്റുഡൻസിന്റെ ഏജും രമേഷ് സാറുടെ ഏജും എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അവരുടെ 2 പേരുടെ, അതായത് 2 പേരല്ല, 20 സ്റ്റുഡൻസിന്റെയും രമേഷ് സാറിന്റെയും ഏജിന്റെ സം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇത് ആവറേജുമായി ബന്ധപ്പെട്ടതാണ്. സോ തർക്കം ഒന്നും വേണ്ട, ആവറേജിന്റെ ഇക്വേഷൻ നിർബന്ധമായി പറഞ്ഞിരിക്കുക. വളരെ സിമ്പിൾ ആണ്, നമുക്ക് ചെറിയ ക്ലാസ് മുതൽ അറിയുന്നതാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? സം ബൈ കൗണ്ട് എന്ന് പറയും. ആവറേജ് ഇസ് ഈക്വൽ ടു സം ബൈ കൗണ്ട്. ആകെ ബൈ എണ്ണം എന്നാ വിളിക്കുക, സം ബൈ കൗണ്ട്. റെഡി അല്ലേ? സോ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ആവറേജുകളുടെയും ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് തന്നിട്ടുണ്ട് എന്താ? 20 സ്റ്റുഡൻസിന്റെ ആവറേജ് എത്ര? ആവറേജ് പ്രായം എത്ര? 10. അപ്പം നമ്മൾ പറയുന്നു ആവറേജ് 10 ആണ്. റെഡി അല്ലേ? അപ്പം ആവറേജ് 10 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സം എത്രയായിരിക്കും? സം എന്ന് പറഞ്ഞാൽ 20 സ്റ്റുഡൻസിന്റെയും ഏജിന്റെ സമ്മ് ബൈ ആകെ എത്ര പേരാണുള്ളത്? 20 പേര്. സോ ഈ 20 എങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 20 സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ്, 20 സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ് അല്ലെ? 20 സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ് അല്ലേ ഇവിടെ എടുത്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 200. റെഡി? നമുക്ക് ഒരെണ്ണം കിട്ടി. 20 സ്റ്റുഡൻസിന്റെ എന്ത് കിട്ടി? ടോട്ടൽ ഏജ് കിട്ടി. എത്ര? 200. ഇനി അടുത്ത പോയിന്റ് എന്താ തന്നിരിക്കുന്നത്? 20 സ്റ്റുഡൻസിന്റെ ആവറേജും 20 സ്റ്റുഡൻസിന്റെയും 5 ടീച്ചേഴ്സിന്റെയും ആകെ പ്രായത്തിന്റെ ആകെ ഏജിന്റെ ആവറേജ് എത്രയാ? 14 ആണ്. സോ അത് ഞാൻ എഴുതുന്നു. എങ്ങനെ എഴുതുക? ആവറേജ് ഇസ് ഈക്വൽ ടു 14 അല്ലേ? സം എത്രയായിരിക്കും? 20 സ്റ്റുഡൻസിന്റെ ഏജ് പ്ലസ് 5 ടീച്ചറുടെ ഏജ് ബൈ എത്ര പേര്? ആകെ എത്ര പേരാവും? 20 + 5 എത്രയാവൂടാ? 25 ആവില്ലേ? 25. റെഡി? 25നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. എന്താ വരിക? 14 × 25 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 25 250, 4 × 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പം 250 + 100 250 അല്ലെ? എത്ര വരിക? 250. 200 അല്ല, 350. ഓക്കെ, മാറിപ്പോയാന്നേ. 250 + 100 350. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 20 സ്റ്റുഡൻസിന്റെ ഏജ് പ്ലസ് 5 ടീച്ചറുടെ ഏജ് ആണല്ലോ. ഓക്കെ, ഇതില് 20 സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ് എത്രയാ? 20 സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ് നമുക്കത് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 200 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഈക്വേഷൻ നമ്മൾ കൊടുക്കാൻ പോവുക അല്ലേ? സോ 350 ഈസ് ഈക്വൽ ടു 20 സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ് എത്രയാ? 200 പ്ലസ് 5 ടീച്ചറുടെ ടോട്ടൽ ഏജ്. 5 ടീച്ചറുടെ ടോട്ടൽ ഏജ് നമ്മളൊരു പേജ് എക്സ്ട്രാ എടുക്കും. ഓക്കെ, സോ 350 ഇസ് ഈക്വൽ ടു 200 പ്ലസ് 5 ടീച്ചേഴ്സിന്റെ ടോട്ടൽ ഏജ്. റെഡി അല്ലേ? ഇങ്ങനെയല്ലേ ഇക്വേഷൻ ഉള്ളത്? ഇനി ഈ 350 മൈനസ് 200 എന്ന് എഴുതാം. 200 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലേ എന്താ വരിക? ആലോചിച്ച് നോക്കിയേ. 350 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ടീച്ചേഴ്സിന്റെ ടോട്ടൽ ഏജ്. 5 ടീച്ചേഴ്സിന്റെ ടോട്ടൽ ഏജ് അത്ര വരിക? 150 ഈസ് ഈക്വൽ ടു 5 ടീച്ചേഴ്സിന്റെ ആവറേജ് അല്ല, ടോട്ടൽ ഏജ്. റെഡി അല്ലേ? ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനിനകത്ത് തന്നിട്ടുണ്ടെന്ന് അറിയോ?
രമേഷ് സാറുടെ ഏജും 5 ടീച്ചേഴ്സിന്റെ ആവറേജ് ഏജും എന്താണ്? ഈക്വൽ ആണ് തന്നിട്ടുണ്ട് അല്ലെ? സോ നമ്മൾ ഇനി 5 ടീച്ചേഴ്സിന്റെ ആവറേജ് ഏജ് കണ്ടുപിടിക്കാൻ പോവുക. ആവറേജ് ഏജ് ഓഫ് 5 ടീച്ചേഴ്സ് അല്ലെ? 5 ടീച്ചേഴ്സ്. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഞാൻ കുറെ സ്റ്റെപ്പ് എഴുതുന്നൊന്നും നിങ്ങൾ റിയൽ ടൈമിൽ ചെയ്യുമ്പം ഇത്ര സ്റ്റെപ്പ് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആവറേജ് ഏജ് ഓഫ് 5 ടീച്ചേഴ്സ്. 5 ടീച്ചേഴ്സിന്റെ ആവറേജ് ഏജ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ 5 ടീച്ചറുടെ പ്രായത്തിന്റെ ടോട്ടൽ ബൈ എത്ര പേരാണുള്ളത്? 5 പേരല്ലേ? 5 ടീച്ചറുടെ പ്രായത്തിന്റെ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 150. 150 by 5 that is equal to എത്രയാ വരിക? 30 എന്ന് വരും. അതായത് 5 ടീച്ചേഴ്സിന്റെ ആവറേജ് ഏജ് എത്രയാ? 30 ആണ്. അങ്ങനെയാണെങ്കിൽ രമേഷ് സാറിന്റെ പ്രായം എത്രയാ? ഏജ് ഓഫ് രമേഷ് സാറുടെ ഏജ് എത്ര വരിക? 30 എന്ന് വരും. എത്ര വരിക? 30. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് രമേഷ് സാറുടെ ഏജും 5 ടീച്ചേഴ്സിന്റെ ആവറേജ് ഏജും എന്താണ്? ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. റെഡിയല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? 20 സ്റ്റുഡൻസിന്റെ പ്രായവും പ്ലസ് രമേഷ് സാറിന്റെ പ്രായം. 20 സ്റ്റുഡൻസിന്റെ പ്രായത്തിന് എനിക്ക് എത്ര കിട്ടിയത്? 20 സ്റ്റുഡൻസിന്റെ ഏജ് ടോട്ടൽ ഏജ് എത്ര കിട്ടിയത്? 200. 200 പ്ലസ് രമേഷ് സാറിന്റെ ഏജ് എത്ര കിട്ടിയത്? 30 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 230. അപ്പം ഓപ്ഷൻ ഉണ്ട് നോക്കി, 230. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത്രേ ഉള്ളൂ സംഗതി. ആവറേജിന്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് 2 മാർക്ക് കിട്ടി. ഇത്രേ ഉള്ളൂ സംഗതി. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ പിൽഗ്രിം സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫോർ എ ജേർണി ഓഫ് 115 കിലോമീറ്റർ. ഒരു തീർത്ഥാടകൻ അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന് യാത്രയിൽ പൂർത്തീകരിക്കേണ്ട ദൂരം 115 കിലോമീറ്റർ ആണ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഹി കവേഴ്സ് 7 കിലോമീറ്റർ. ദ നെക്സ്റ്റ് ഡേ 9 കിലോമീറ്റർ. ആദ്യം 7 കിലോമീറ്റർ, ആദ്യത്തെ ദിവസം 7, പിന്നീടുള്ള ദിവസം 9. ആൻഡ് ലൈക്വൈസ് കീപ്സ് ആഡിങ് 2 കിലോമീറ്റർ എവറി ഡേ till he reaches 50 kilometer per day, which he maintains for the rest of the journey. How many days in all will he take to complete the journey? വളരെ എളുപ്പമാണ് വിചാരിക്കുന്നു അല്ലെ? അദ്ദേഹത്തിന് 115 കിലോമീറ്റർ ആണ് അദ്ദേഹത്തിന്റെ യാത്രയിൽ താണ്ടേണ്ട ദൂരം. അതിൽ ആദ്യത്തെ ദിവസം അദ്ദേഹം 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു? തലേന്ന് സഞ്ചരിച്ച ദൂരത്തിനേക്കാൾ 2 കിലോമീറ്റർ അധികം സഞ്ചരിക്കുന്നു. റെഡിയല്ലേ? അങ്ങനെ ഈ 2 വീതം കൂട്ടി വരുന്നത് എത്ര വരെയാണ്? അദ്ദേഹം 15 കിലോമീറ്റർ ഒരു ദിവസം സഞ്ചരിക്കുന്നത് വരെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? 15 കിലോമീറ്ററിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 115 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവസം 7 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ഡേ 7 കിലോമീറ്റർ ആണെങ്കിൽ സെക്കൻഡ് ഡേ എത്രയായിരിക്കും? 7 + 2 ആയിരിക്കുമല്ലേ? ഓരോ ദിവസം കഴിയും തോറും തലേന്ന് സഞ്ചരിച്ച ദൂരത്തിനേക്കാൾ 2 കിലോമീറ്റർ അധികം അല്ലെ? അങ്ങനെയാണെങ്കിൽ തേർഡ് ഡേ എത്രയായിരിക്കും? ഇപ്പൊ എത്രയായി? സെക്കൻഡ് ഡേ എത്രയായി? 9 കിലോമീറ്റർ ആയി. തേർഡ് ഡേ എത്രയായിരിക്കും? 9 + 2 എത്രയാ വരിക? 11. ഫോർത്ത് ഡേ എത്രയാ വരിക? 11 + 2 എത്രയാ വരിക? 13 അല്ലെ? ഫിഫ്ത് ഡേ എത്രയാ വരിക? 13 + 2 15. ഇനി സിക്സ്ത് ഡേയില് പുള്ളി 17 ആവുമോ? 15നോട് 2 കൂട്ടേണ്ടി വരുമോ? ഇല്ല. കാരണം 15 കിലോമീറ്റർ ആണ് ഒരു ദിവസം സഞ്ചരിക്കുന്ന അവസ്ഥയെങ്കിൽ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യില്ല? 2 കിലോമീറ്റർ വീതം കൂട്ടില്ല. 15 കിലോമീറ്റർ തന്നെ തുടരും. അപ്പൊ 5ാമത്തെ ദിവസം എത്രയാ സഞ്ചരിക്കുക? സോറി, 5ാമത്തെ അല്ല, 6ാമത്തെ ദിവസം എത്രയാ? 15. 7ാമത്തെ ദിവസം എത്രയായിരിക്കും? 15. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് എത്ര ദൂരം ആകെ സഞ്ചരിക്കാനുള്ളത്? എത്ര ദൂരം? 115. അപ്പൊ നമ്മൾ കൂട്ടി വെക്കാൻ പോവാണേ. ഇതൊക്കെ കൂടി കൂട്ടി വെക്കുക നമ്മൾ. 7ഉം 9ഉം 16, 16ഉം 11ഉം 27, 27ഉം 13ഉം 40, 40ഉം 15ഉം 55, 55ഉം 15ഉം എത്ര വരിക? 55, 15, 70, 70ഉം 15ഉം 85, 85 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ 8ാമത്തെ ദിവസം പുള്ളി സഞ്ചരിക്കുക. എത്രയാ സഞ്ചരിക്കുക? 15. അപ്പം 85ഉം 15ഉം എത്ര വരിക? 100 വരും. 100 അല്ലേ? ഇനി 9ാമത്തെ ദിവസവും എത്രയാവും? 15 കിലോമീറ്റർ. 100ഉം 15ഉം എത്ര വരിക? 115 കിലോമീറ്റർ. അതായത് 9 ദിവസം കൊണ്ടാണ് പുള്ളി എത്ര ദൂരം സഞ്ചരിക്കുന്നത്? അദ്ദേഹം 115 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. വളരെ എളുപ്പമാണ്, ലോജിക്കാണ്. കംപ്ലീറ്റ് ലോജിക് ഉപയോഗിച്ച് നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി, 9 days. ഓക്കെ, ഇതാ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3 നമ്മൾ സിമ്പിൾ ആയി ചെയ്തു കഴിഞ്ഞു. അടുത്തത് 4ാമത്തെ.
നാലാമത്തത് എന്താ? എ 2 centimeter wide wooden strip is to be fixed on a photo of 40 centimeter into 30 centimeter size all along its 4 sides. What is the minimum length of the wooden strip required? എൻ്റെ അടുത്ത് ഒരു വുഡൻ സ്ട്രിപ്പിന്റെ ഒരു വടിയുണ്ട്. വടിയുടെ തിക്നെസ്, നീളം എത്രയാണെന്ന് പറയുന്നില്ല, നീളം എത്ര വേണേലും കിട്ടും. തിക്നെസ് എത്രയാ തന്നിരിക്കുന്നത്? ഇതാണ് എൻ്റെ വടി എന്ന് വിചാരിച്ചു. വടിയുടെ തിക്നെസ് 2 സെന്റിമീറ്റർ. അത് 2 കൂടുതലുണ്ട്, 2 സെന്റിമീറ്റർ. ഓക്കെ, ഈ 2 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യണം അല്ലേ? ഫോട്ടോന്റെ സൈസ് എത്രയാണെന്നറിയോ? 40 × 30 എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ എന്തായിരിക്കും വീതിയുമായിരിക്കുമല്ലോ. ഓക്കെ, 40 പുറത്തെഴുതാം, 40 30 റെഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര നീളമുള്ള സ്ട്രിപ്പ് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. സോ ഞാൻ ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്രെയിമിന് ഉപയോഗിക്കുന്ന വടി 2 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള വടി, അത് ആദ്യം ഞാൻ മുറിച്ചിട്ട് എവിടെ വെച്ചു? ഈ 40 സെന്റിമീറ്ററിന്റെ മുകളിൽ വെച്ചു. സ്വാഭാവികമായിട്ടും ഓക്കെ, 40 സെന്റിമീറ്ററിന്റെ മുകളിൽ. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 40 എത്ര കിട്ടി എന്നാൽ എത്ര ഉപയോഗിക്കേണ്ടി വരും? 40 സെന്റിമീറ്റർ. അടുത്തത് മുറിച്ചിട്ട് എവിടെ വെച്ചു? ഈ സൈഡിൽ ഇങ്ങനെ വെച്ചു അല്ലേ? അപ്പൊ എത്രയായി? ഇത് 30 ആയി. ഇനി ഈ സൈഡിൽ എന്ത് ചെയ്തു? വീണ്ടും മുറിച്ച് ഞാൻ ഇങ്ങനെ ഈ സൈഡിൽ വെച്ചു. റെഡി. ഓക്കെ, അപ്പം ഞാൻ ഈ സൈഡിൽ ഈ പറയുന്ന സ്ട്രിപ്പ് മുറിച്ച് വെച്ചു. അടുത്തത് ഈ സൈഡിൽ വെക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റി. റെഡി അല്ലേ? ഇനി ഈ സ്ട്രിപ്പിന്റെ നീളം നിങ്ങൾ നോക്കിയേ. ഇവിടെ ഈ സ്ട്രിപ്പിന്റെ നീളം എത്ര ഉണ്ടാവും? 40 ഉണ്ടാവും. ഈ സ്ട്രിപ്പിന്റെ നീളം എത്ര ഉണ്ടാവും? 30 ഉണ്ടാവും. 40 30 70. ഈ സ്ട്രിപ്പിന്റെ നീളം എത്ര ഉണ്ടാവും? 40. 70 110 അല്ലെ? 70 40 110. ഇത് എത്ര ഉണ്ടാവും? 30. 110 30 140. 140 ആയിരിക്കും ശരി ഉത്തരം നമ്മൾ വിചാരിക്കും. പക്ഷേ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ദ വുഡൻ സ്ട്രിപ്പ് എന്നാ ചോദിക്കുന്നത്. മിനിമം ലെങ്ത് എത്ര വേണ്ടി വരും? ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ അതിന്റെ പുറത്ത് ഇങ്ങനെ അടിക്കണം എന്നുണ്ടോ? എന്ത് ചെയ്താൽ മതി? അതിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ പോരെ അല്ലേ? ബാക്ക് സൈഡിൽ ഇവിടെ അടിക്കുക, ഇവിടെ അടിക്കുക, ഇവിടെ അടിക്കുക, ഇവിടെ അടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോ എത്രയാ വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഞാൻ ഇങ്ങനെ അടിക്കുന്നു, അപ്പൊ എത്രയായി? 30. പിന്നെ അടുത്തത് നോക്കിയോളൂ. ഞാൻ ഇവിടെ പിറകില് അടിക്കുന്നു, എത്ര വരുന്നു അതിന്റെ നീളം? 30. ഇവിടെയും അടിക്കുന്നു, എത്രയായിരിക്കും വരിക? 30. റെഡിയല്ലേ? ഇനി ഈ ദൂരം നിങ്ങൾ നോക്കിയേ. ഈ ദൂരം എത്രയായിരിക്കും? ഇവിടുന്നും 2 കുറയും, ഇവിടുന്നും 2 കുറയും അല്ലെ? ടോട്ടൽ 40-ൽ നിന്ന് 4 കുറയും. എത്രയായിരിക്കും ഇതിന്റെ നീളം? ഇതിന്റെ നീളം 4 കുറയാന്ന് പറഞ്ഞാൽ 40-ൽ നിന്ന് 4 കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 വരും. റെഡിയല്ലേ? 36 ആണ് ഇത്. ഇത് 30, ഇതും 30. സ്വാഭാവികമായിട്ടും താഴെ അതുപോലെ തന്നെ ആയിരിക്കില്ലേ? താഴെയും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എങ്ങനെ വെച്ചു കൊടുത്താൽ പോരെ? ഇവിടെ എങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? 36 ആയിരിക്കും. റെഡിയല്ലേ? അപ്പൊ ഇത് മൊത്തം കൂട്ടി വയ്ക്കുക നിങ്ങൾ. 36 + 30 + 30 + 36 എത്രയാ കിട്ടുക? 36 36 72 72 60 132 എന്ന് കിട്ടും. അപ്പം റൈറ്റ് ആൻസർ ഏതാ? 132C. റെഡി? എളുപ്പമാണ്, പക്ഷെ കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കണം. ചിന്തകൾ കുറച്ചും കൂടിയൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ വലിയ ഉയരത്തിലേക്ക് എത്തിക്കണം അല്ലെ? ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ നമ്മൾ എല്ലാ സൈഡിലും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിന്റെ പിറകിൽ അടിച്ചാൽ മതി എന്ന് പറയുന്ന ലോജിക്കൽ തിങ്കിങ്ങിന്റെ പുറത്താണ് ഇതിന് ആൻസർ കിട്ടുക. റെഡി? സോ ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയും ഉണ്ട് ചില ചോദ്യങ്ങൾ. ഓക്കെ, അടുത്തത് അഞ്ചാമത്തത് കുറച്ചും കൂടി മാത്തമാറ്റിക്കലി നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. നല്ല കുഴപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ നോക്കട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഞാനതൊന്ന് സൂം ചെയ്ത് നിങ്ങൾ കാണാൻ കഴിയുന്നില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. പൈ റൈസ് ടു പൈ. ഓക്കെ, അങ്ങനെ 3 ആളുകളുണ്ട്. നമുക്ക് ആരൊക്കെയാണെന്നറിയോ? ഒരെണ്ണം പൈ റൈസ് ടു പൈ. ഓക്കെ, അടുത്തത് e റൈസ് ടു e. അടുത്തത് 3 റൈസ് ടു 3. ഇതിൽ പൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കോൺസ്റ്റന്റ് ആണ്. പൈന്റെ വാല്യൂ എത്രയാ? 3.14.
ഇ എന്ന് പറഞ്ഞാൽ യൂളേഴ്സ് നമ്പർ. യൂളേഴ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഡി.കെ കോൺസ്റ്റന്റ് ആയിട്ടും അതേപോലെ തന്നെ ഗ്രോത്ത് കോൺസ്റ്റന്റ്, നിങ്ങൾ CSR ലൈഫ് സയൻസിലും കെമിക്കൽ സയൻസിലും ഫിസിക്സിലും പഠിക്കുന്നുണ്ട് നമ്മൾ, ന്യൂക്ലിയർ ഫിസിക്സിനകത്ത്. സോ ലൈഫ് സയൻസർ കൂടുതലും ഈ പറഞ്ഞ ഗ്രോത്ത് കോൺസ്റ്റന്റ് അല്ലെ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഈ ഉപയോഗിക്കുന്നുണ്ട്, എക്സ്പോണന്റ് എന്നുള്ള രീതിയിൽ. യൂളർ നമ്പർ എന്നാണ് അതിന്റെ പേര് കേട്ടോ. അതിന്റെ വാല്യൂ നമുക്കറിയാല, 3ന്റെ വാല്യൂ എത്രയാ? 3 തന്നെ അറിയാം. അപ്പോ ഇയാളുടെ ഈ 3 പേരുടെയും വാല്യൂ അറിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടും. ഈന്റെ വാല്യൂ കുറെ പേർക്കെങ്കിലും അറിയുണ്ടാവും. ഈന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.71 ആണ്. എത്രയാണ്? 2.71. അതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. 3 എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആണ്. പൈയും ഒരു കോൺസ്റ്റന്റ്. അതിൽ ആരാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുത് പയ്യ. സ്വാഭാവികമായിട്ടും പൈന്റെ പവർ വീണ്ടും വരുന്നത് പയ്യാണ്, അതിന്റെ പവറും വരുന്നത് ആരാ? പയ്യാണ്. സ്വാഭാവികയിൽ ഏറ്റവും വലുത് ആരായിരിക്കും? ഇതിൽ ഏറ്റവും വലുത് ആരായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിൽ ഏറ്റവും വലുത് ഇയാളായിരിക്കും. ഏറ്റവും ചെറുതാരായിരിക്കും? ഏറ്റവും ചെറുത് ഇയാളായിരിക്കും അല്ലെ. ഇതിന്റെ ഇടയിൽ വരുന്ന ആളാണ് ആര്? 3. സോ നമുക്ക് പറയാം പൈ ഈസ് ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ ഇ എന്ന് എഴുതാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ഏതാ കിടക്കുന്നത്? പൈ റേസ് ടു. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ പൈ റേസ് ടു പൈ റേസ് ഇത് തെറ്റാ അല്ലെ. പൈ അല്ല ഏറ്റവും വലുത്. ഓപ്ഷൻ ബി നോക്കിയാൽ അതും തെറ്റാ. സി നോക്കിയേ, സി പൈ ആണ് ഏറ്റവും വലുത്. ഇ ആണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇ ആണോ പിന്നീട് വരിക? അല്ല, ഇവിടെ ഒരു ഇ വിട്ടുപോയതാ കേട്ടോ. ഇ ആണോ പിന്നെ വരിക? അല്ല. സ്വാഭാവികമായിട്ട് അടുത്ത ഓപ്ഷൻ നോക്കിയാൽ അവിടെ ഒരു ഇ ഉണ്ട്. പൈ റേസ് ടു എഴുതാം. പൈ റേസ് ടു പൈ അതാണ് ഏറ്റവും വലുത്. കാരണം എന്താ? പൈ ആണ് ഇതിൽ ഏറ്റവും വലുത്. അടുത്തതാരാ? 3 ആണോ ഇ ആണോ വലുത്? 3 ആണ് വലുത് അല്ലെ. പിന്നെ ആരാണ് വലുത്? ഇ. സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 4 അല്ലെ, ഓപ്ഷൻ ഡി. സോ നമ്മൾ 5 ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. റെഡി? എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈന്റെ വാല്യൂ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇല്ല, ഏതാണ്ട് വാല്യൂ ഒക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉത്തരം കിട്ടും. അടുത്ത ചോദ്യമാണ്, എ ബ്ലോക്ക് ഓഫ് മാർബിൾ 5 meter into 4 meter into 2 meter in size is cut into rectangular tiles of 1 meter into 0.5 meter size having a thickness of 10 centimeter. Assuming 10% wastage in cutting, how many tiles will be made? വലിയൊരു ബ്ലോക്ക് മാർബിൾ ഉണ്ട്. ആ മാർബിളിന്റെ സൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാർബിളിന്റെ സൈസ് ഞാനത് അങ്ങനെ വരയ്ക്കാൻ പോകും. സോ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വലിയൊരു മാർബിൾ എന്ന് പറഞ്ഞാൽ. റെഡി? ആ മാർബിളിന്റെ ലെങ്ത് എത്രയാ വന്നിരിക്കുന്നത്? 5 meter ആണ്. ഓക്കെ. വിഡ്ത്ത് എത്രയാ തന്നിരിക്കുന്നത്? 4 meter ആണ്. ദെൻ അവസാനം കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അതിന്റെ വോളിയം ഡയമെൻഷനിൽ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിക്നെസ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ 2 meter എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ല, ഞാൻ വരച്ചിരിക്കുന്നത് ചെറിയ പോരായ്മയുണ്ട്. 5നേക്കാളും വലുതാണ് 2 meter. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയല്ല വരേണ്ടത് കേട്ടോ. സോ ഇതാണ് ഇതിന്റെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈഡുകളുടെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഈ ചെറിയൊരു ടൈല് കട്ട് ചെയ്യണം. ചെറിയ ടൈല് കട്ട് ചെയ്യണേ. ഓക്കെ. ഓക്കെ, എനിക്ക് ഈ ചെറിയ ടൈൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം എനിക്ക് ചെറിയ ടൈല് കട്ട് ചെയ്യുമ്പം കട്ട് ചെയ്യേണ്ട ടൈലിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് 1 meter ആണ്. വിഡ്ത്ത് എത്ര തന്നിരിക്കുന്നത്? 0.5 meter ആണ്. തിക്നെസ് അഥവാ ഹൈറ്റ് തന്നിരിക്കുന്നത് 10 centimeter ആണ്. 10, ബാക്കി എല്ലാം മീറ്ററിലല്ലേ. അപ്പൊ ഈ സെന്റിമീറ്ററിൽ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. 10 centimeter എന്ന് പറഞ്ഞ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 meter ആണ് ഇതിന്റെ ഹൈറ്റ് വരും. റെഡിയല്ലേ? സോ നമ്മൾ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ വോളിയം എത്രയാണെന്ന് ചെക്ക് ചെയ്യും. ഈ വോളിയം ഉള്ള, അപ്പൊ എക്സ് ആണ് അതിന്റെ വോളിയം എങ്കിൽ ഇതിന്റെ വോളിയം അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതിന്റെ വോളിയം y ആണെന്ന് കരുതുക. ഇതിന്റെ വോളിയം എക്സ്, ഇതിന്റെ വോളിയം y. അതായത് എക്സ് വോളിയത്തിൽ നിന്നും y വോളിയമുള്ള എത്ര ടൈലുകൾ കട്ട് ചെയ്യാൻ സാധിക്കുന്നു നോക്കുക നമ്മൾ. സോ ആദ്യം ഇതിന്റെ വോളിയം കാണും. വോളിയം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ?
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. റെഡി? സോ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 5, ബ്രെഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 4, ഹൈറ്റ് എത്രയാ? 2. 5 into 4 that is equal to 20 into 2 that is equal to 40 സെന്റിമീറ്റർ ക്യൂബ് അല്ലെ? 40 സെന്റിമീറ്റർ ആണല്ലോ ഇതിന്റെ വോളിയം. അടുത്തത് വൈന്റെ വോളിയം. വൈന്റെ വോളിയം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വൈ അല്ലെങ്കിൽ ചെറിയ ടൈലിന്റെ വോളിയം ദാറ്റ് ഇസ് ഈക്വൽ ടു ലെങ്ത് എത്രയാ? 1, ബ്രെഡ്ത്ത് എത്രയാ? 0.5, ഹൈറ്റ് എത്രയാ? 0.1. സോ എത്ര വരും? 0.5 into 0.1 എന്ന് വരും. എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 0.05 എന്ന് വരും. അതായത് എക്സ് വോളിയമുള്ള ഈ മാർബിളിന്റെ കഷ്ണത്തിൽ നിന്നും വൈ വോളിയമുള്ള എത്ര ടൈലുകൾ കട്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാ ചെക്ക് ചെയ്യുക? വോളിയം ഓഫ് എക്സ് ബൈ വോളിയം ഓഫ് വൈ. ഇപ്പൊ എത്ര കിട്ടുക? 40/0.05 എന്ന് വരും. റെഡി അല്ലേ? ഓക്കെ. സോ എന്താ വരിക? 40 എന്ന് പറയുമ്പോൾ 4000/5 എന്ന് വരും. റെഡി? 4000/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 800 എന്ന് വരും. 800 സെന്റിമീറ്റർ. സോറി 800 സെന്റിമീറ്ററിന്റെ ആവശ്യമില്ല, 800. അതായത് നിങ്ങൾക്ക് 800 ടൈലുകൾ കട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും 40 സെന്റിമീറ്റർ ക്യൂബ് വോളിയമുള്ള മാർബിളിൽ നിന്ന് 0.05 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട് ഇവിടെ വോളിയമുള്ള 800 ടൈലുകൾ അല്ലെ? 800 ടൈലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 10% വേസ്റ്റേജ് ഇൻ കട്ടിങ് എന്ന് പറഞ്ഞാൽ 800ന്റെ 10% എണ്ണം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകും. 800ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരിക? 800ന്റെ 100% എത്രയാ? 800 ആണെങ്കിൽ 10% എത്ര വരിക? 80 എന്ന് വരും. റെഡി അല്ലേ? അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ 800 മൈനസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 720 ടൈലുകൾ കിട്ടും നമുക്ക്. 720 ടൈലുകളാണ് ഫൈനൽ കിട്ടുക. അപ്പൊ ഓപ്ഷൻ 720 ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി. സോ ആറാമത്തതിന്റെ ആൻസർ. ഇനി ഏഴാമത്തത്, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 2023/2024 പ്ലസ് 2025/2024 ഈസ് ഡിവൈഡഡ് ബൈ 2024. മാത്സ് ആണ്, ഇത് എളുപ്പമല്ല. പക്ഷെ ഒരു ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാൻ അറിയുന്ന പരിചയമുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് ആവർത്തിക്കുന്നുണ്ട്. സോ അതൊന്ന് പഠിച്ചു വെച്ച് ഇത് എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലാവും. ഓക്കെ. സോ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 2023/2024 പ്ലസ് 2025/2024 ഡിവൈഡിങ് വിത്ത് 2024. ഇതെങ്ങനെ ചെയ്യാന്നറിയോ? ഓക്കെ, ഒന്നുമില്ല. നമ്മൾ ആദ്യം നോർമലി നമ്മൾ മാത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2000 ഈ എക്സ്പോണന്റിനെ അല്ലെങ്കിൽ പവറിനെ അവിടെ വെക്കുക. 2023 നമുക്ക് 2024 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഒരാൾ കുറവാണ് അല്ലെ? റിമൈൻഡർ പോലും വരില്ല. ഒരാൾ കുറവായതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ഒന്ന് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കുന്നു? -1 എന്ന് എടുക്കുന്നു. ആരുടെ റിസൾട്ട്? 2023/2024 റിസൾട്ട് -1 എടുക്കുന്നത്. കാരണം എന്താ? ഒന്ന് കുറവായതുകൊണ്ട്. ഒന്ന് കുറവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലേ? 2024/2024 ചെയ്തൂടെ? യെസ്. അപ്പം അതിന്റെ പവർ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 2024 എന്ന് എടുക്കുന്നു. പ്ലസ് അടുത്ത ഘട്ടം എന്താ? 2025/2024. സ്വാഭാവികമായിട്ട് എത്ര വരിക? റിമൈൻഡർ എത്ര വരും? ബാക്കി എത്ര വരും? 1 വരും. ഡിവിസിബിൾ അല്ലേ? 2025/2024 എന്ന് പറഞ്ഞാൽ എത്ര റിമൈൻഡർ വരിക? 1 വരും. സോ റിമൈൻഡർ 1 വരുമ്പോൾ നമ്മൾ അതേപോലെ എടുക്കുന്നു. റെഡി? 1. പവർ എത്ര വരിക? 2024. ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. -1ന്റെ പവർ ഈവൻ ആണെങ്കിൽ ആൻസർ വിൽ ബി 1. ഇനി -1/2023 ആണെങ്കിലോ പവർ എത്രയാ? ഓടല്ലേ ഇത്? ഓടാകുമ്പോ എത്ര വരിക? ആൻസർ -1 ആവുക. റെഡി അല്ലേ? -1/2024 എന്ന് പറഞ്ഞ ആൻസർ 1 ആയിരിക്കും. 1/2024 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആൻസർ 1 ആയിരിക്കും. 1 + 1 that is equal to 2. ഓപ്ഷൻ ബി. റെഡി അല്ലേ? ഇത് എങ്ങനെയാ നമ്മൾ ചെയ്തത്? നമ്മള് ഈ പവറുകളെ തൽക്കാലം മറന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ താഴെയുള്ള ആളുകളെ ഡിവൈഡ് ചെയ്തു. ആരാ? 2023/2024 ചെയ്തു. 2025/2024 ചെയ്തു. 2023/2024 ചെയ്തപ്പോൾ എത്ര ബാക്കിയുണ്ട്? ബാക്കിയുണ്ടെന്നല്ല, മൊത്തം ബാക്കിയാണ്. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തത്? 1 കുറഞ്ഞത് കൊണ്ടല്ലേ. 1 എന്ന് പറയുന്ന നമ്പർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് 2023 + 1 2024 ആകുമായിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ടാണ് -1 എടുത്തത്. മറ്റത് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നമ്മൾ അതിന്റെ റിമൈൻഡർ എത്രയാ കിട്ടുക? നമുക്ക് -1 എന്ന് കിട്ടും. അപ്പോൾ ആ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. റെഡി അല്ലേ? 7. വളരെ എളുപ്പമാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ പഠിച്ചു വെക്കണം. ഈ മെത്തേഡ് പഠിച്ചു വെക്കണം.
വീണ്ടും ഈ വർഷം അല്ലെങ്കിൽ ഈ തവണ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യമാണ്, ഇഫ് ദർ ഈസ് റെയിൻഫോൾ ഇൻ എ വില്ലേജ്, ഇഫ് ദർ ഈസ് റെയിൻഫോൾ ഇൻ എ വില്ലേജ്, ഗ്രാമത്തിൽ മഴയുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വിൽ മൂവ്, അല്ലേ? അപ്പൊ റെയിന് ഉണ്ടെങ്കിൽ മാത്രം ആര് ഫ്ലവേഴ്സ് വിൽ ബ്ലൂം. ഈ ഫ്ലവേഴ്സ് ബ്ലൂം സെലിബ്രേഷൻസ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് പ്ലേസ്. മഴ അതായത് പൂക്കൾ പൂത്തിട്ടുണ്ടെങ്കിൽ സെലിബ്രേഷൻസ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് പ്ലേസ്. മഴ അതായത് പൂ പൂത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ശ്രദ്ധിക്കുക, വാക്ക് ശ്രദ്ധിക്കുക, ഡെഫിനറ്റ്ലി ടേക്ക് പ്ലേസ്, ഉറപ്പായിട്ടും നടക്കും. ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? സെലിബ്രേഷൻ സംഭവിക്കും. സെലിബ്രേഷൻ സംഭവിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ്? സെലിബ്രേഷൻസ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് പ്ലേസ്. ഫ്ലവേഴ്സ് ഡിഡ് നോട്ട് ബ്ലൂം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സെർട്ടൈൻ, അല്ലേ? ഫ്ലവേഴ്സ് പൂ പൂത്തിട്ടില്ലെങ്കിൽ എന്താണ് അവിടെ ഉറപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് നിങ്ങളെ വായന പോലെ ഉണ്ടാവും, നിങ്ങളെ ചിന്ത പോലെ ഉണ്ടാവും എന്ന് ഞാൻ പറയാം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു ക്ലൂ, ഒരു ട്രിക്ക് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻസ് നോക്കുക. സെലിബ്രേഷൻസ് ടുക്ക് പ്ലേസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുക എന്താ? പൂവ് പൂത്തിട്ടില്ലെങ്കിൽ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പൂവ് പൂത്തിട്ടില്ലെങ്കിൽ, അല്ലെ? അപ്പൊ പൂ പൂത്തു കഴിഞ്ഞാൽ എന്താണ്? സെലിബ്രേഷൻസ് ഉറപ്പായിട്ടും സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ ചിന്തിക്കുക? പൂവ് പൂത്തിട്ടില്ലെങ്കിൽ സെലിബ്രേഷൻ നടക്കില്ല എന്ന രീതിയിലല്ലേ ചിന്തിക്കുക. പക്ഷെ അതിൻ്റെ അകത്തൊരു ക്ലൂ അവർ കൊടുത്ത എന്താ? ഡെഫിനറ്റ്ലി, പൂവ് പൂത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും സംഭവിക്കും. അപ്പൊ പൂവ് പൂത്തിട്ടില്ലെങ്കിലോ? സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, അങ്ങനെ ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്താ? സംഭവിക്കാനുള്ള സാധ്യതയും അവിടെ ഉണ്ടല്ലോ. പോസിബിലിറ്റി, ചാൻസ് ഇസ് ദേർ. റെഡി? സോ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ശരിയാക്കാൻ കഴിയില്ല. അടുത്തത്, സെലിബ്രേഷൻസ് ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? സെലിബ്രേഷൻ ഉണ്ടാവില്ല. ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലേ? കാരണം ഫ്ലവേഴ്സ് പൂത്തിട്ടില്ലെങ്കിലും ചിലപ്പോ സെലിബ്രേഷൻസ് നടക്കാം. പൂത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സംഭവിക്കും. പൂത്തിട്ടില്ലെങ്കിൽ സെലിബ്രേഷൻസ് നടക്കാം, നടക്കാതിരിക്കാം. അടുത്തത്, ഇറ്റ് ഡിഡ് നോട്ട് റെയിൻ. റെഡി അല്ലേ? പൂവ് പൂത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തെന്നാ? ഇഫ് ദർ ഈസ് റെയിൻഫോൾ ഇൻ എ വില്ലേജ് ഫ്ലവേഴ്സ് വിൽ മൂൺ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പൂവ് ഉണ്ടാവും, അതായത് പൂവ് വിരിഞ്ഞിട്ടുണ്ടാവും. റെഡി അല്ലേ? അതായത് ഫ്ലവേഴ്സ് വിൽ ബ്ലൂം. റെഡി അല്ലേ? അപ്പം മഴ പെയ്തിട്ടില്ലെങ്കിലോ പൂവുകൾ വിരിയുമോ? ഇല്ല. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താ? ഫ്ലവേഴ്സ് ഡിഡ് നോട്ട് ബ്ലൂം, പൂവുകൾ വിരിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? മഴ പെയ്തിട്ടുണ്ടാകില്ല. ഇറ്റ് ഡിഡ് നോട്ട് റെയിൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. ഡി നോക്കുക വേണ്ട. ഇറ്റ് റെയിൻഡ് ടു മച്ച്, ദാറ്റ് ഈസ് എ നോൺസെൻസ് ഓപ്ഷൻ, അല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്കത് ഓപ്ഷന്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനെ പോസിബിലിറ്റി ചെക്ക് ചെയ്യുന്നു നമ്മൾ. എങ്ങനെ? അവർ അതിൻ്റെ അകത്ത് ക്ലൂ തന്നിട്ടുണ്ട്. ആ ക്ലൂ തന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് വെരിഫൈ ചെയ്യാൻ കഴിയുന്നത്. റെഡി? അടുത്തത് 8 കഴിഞ്ഞു. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാൻ ഈസ് ടു ക്രൗഡ് ഈസ് ആസ് ട്രീ ഈസ് ടു ഡാഷ്. മാനും ക്രൗഡും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് ട്രീ ആരുമായി ബന്ധപ്പെടുത്താൻ എളുപ്പമാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. മാൻ ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ക്രൗഡ് എന്ന് വിളിക്കുന്നത്. ട്രീകളുടെ കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രൂട്ട് എന്നാണോ, ബ്രാഞ്ച് എന്നാണോ, റൂട്ട് എന്നാണോ വിളിക്കുന്നത്? എന്തെന്നാ? ഫോറസ്റ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ക്യൂബ് റൂട്ട് ഓഫ് 0.99 ഈസ് ക്ലോസസ്റ്റ്. ക്യൂബ് റൂട്ട് ഓഫ് 0.99. മാത്സില് ധാരണ വേണം നിർബന്ധമൊന്നുമില്ല. ധാരണ ഉള്ള ആൾക്ക് എളുപ്പമാണ്. ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാ ചെയ്യാം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്യൂബ് റൂട്ട് എന്താ? 1ന്റെ ക്യൂബ് റൂട്ടാ. 1ന്റെ ക്യൂബ് റൂട്ട് എത്ര? 1. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരുടെ ക്യൂബ് റൂട്ട് കാണാനാ? 1നോട് ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ക്യൂബ് റൂട്ട് അല്ലേ? 1നോട് ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ക്യൂബ് റൂട്ട് അല്ലേ? സോ അതിന്റെ ആൻസറും എന്തായിരിക്കും? 1നോട് ക്ലോസ് ആയിരിക്കൂലേ? 1നോട് ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഇതാണോ? അല്ല. ഇതാണോ? അല്ല. അടുത്തത് നോക്കിയേ, 0.45 ആണോ? അല്ല. പിന്നെ ആരാ? 0.99 തന്നെയാണ്. അപ്പൊ എളുപ്പവഴിയാണ്. എളുപ്പവഴിയല്ല, നമ്മള് മാത്സിലെ ലോജിക്കൽ സാധനം അറിഞ്ഞിരുന്നാൽ ക്യൂബ് റൂട്ട് ഓഫ് 1ന്റെ ആൻസർ അറിഞ്ഞിരുന്നോട് മാത്രം എനിക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇത്രയും സിമ്പിൾ ആണ് ഈ കാര്യം. സോ ഇതിൽ വലിയ മാത്തമെറ്റിക്കൽ ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്തത് 11. ഇഫ് എ മാപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഈസ്റ്റ് ബിക്കം സൗത്ത് ഈസ്റ്റ്, ദെൻ വാട്ട് വിൽ നോർത്ത് ഈസ്റ്റ് ബിക്കം? അങ്ങനെയാണെങ്കിൽ ഇത് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് വരച്ചു നോക്കാം. നമുക്ക് സാധാരണഗതിയിൽ അറിയുന്ന കാര്യങ്ങൾ എന്താണ്? സാധാരണഗതിയിൽ അറിയുന്ന കാര്യങ്ങൾ, ഡയറക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇതെന്താ? വെസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് എ മാപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഈസ്റ്റ് ബിക്കം സൗത്ത് ഈസ്റ്റ്,
ഇവിടെയായിരുന്നു ഈസ്റ്റ് ഉള്ളത്, അതെന്തായി മാറി? സൗത്ത് ഈസ്റ്റ് ആയി മാറി. എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്തു. എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ റൊട്ടേറ്റ് ചെയ്തത്. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക? ഇവിടുന്ന് ഇവിടം വരെ വരിക എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി. 45 ഡിഗ്രി എന്നൊക്കെ കണ്ടുകൊണ്ട് എഴുതാം. അതൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ വരച്ചു നോക്കൂ. ഇങ്ങനെ വരച്ചു വയ്ക്ക്. ഇതാ ഇങ്ങനെ വരച്ചു വയ്ക്ക്. ഇവിടെ ഇപ്പൊ ആരാ ഉണ്ടാകുക? ഇവിടെ ഇപ്പൊ ആരാ ഉണ്ടാകുക? ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടുക എന്താ? ഇവിടെ ഇപ്പം ഈസ്റ്റ് ആയില്ലേ? ഇപ്പൊ ഈസ്റ്റ് ആയി അല്ലേ? ഈസ്റ്റ് ഇപ്പൊ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ സൗത്ത് അങ്ങോട്ട് വരും. സൗത്ത് ഇങ്ങോട്ട് പോകില്ലേ? സൗത്ത് ഇങ്ങോട്ട് പോയിട്ട് എങ്ങനെ ഇവിടെ എത്തും? സൗത്ത് ഇവിടെ എത്തും. റെഡി അല്ലേ? ഇവിടെ ആരായിരിക്കും ഉണ്ടാകുക? സൗത്ത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് അങ്ങോട്ട് പോകും. വെസ്റ്റ് ഇങ്ങോട്ട് പോകില്ലേ? വെസ്റ്റ് ഇങ്ങോട്ട് പോകില്ലേ? ഇങ്ങോട്ട് പോകില്ലേ വെസ്റ്റ്? നോർത്ത് അങ്ങോട്ട് പോകും. നോർത്ത് ഇങ്ങോട്ട് വരില്ലേ? നോർത്ത് ഇങ്ങോട്ട് വരും. റെഡി. ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഉണ്ടാകുക? ഇനി ചോദ്യമുള്ളത് ദെൻ വാട്ട് വിൽ നോർത്ത് ഈസ്റ്റ് ബിക്കം? നോർത്ത് ഈസ്റ്റ് ഇപ്പൊ എന്താവുന്നാ ചോദിക്കുന്നത്. മുമ്പ് നോർത്ത് ഈസ്റ്റ് എന്തായിരുന്നു? ഇവിടെ അല്ലേ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് അല്ലേ? മുമ്പ് നോർത്ത് ഈസ്റ്റ് ഇവിടെയല്ലേ? ഇപ്പൊ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? നോർത്ത് ഇവിടെയാണ്, ഈസ്റ്റ് ഇവിടെയാണ്. ഇതല്ലേ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഭാഗമല്ലേ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ഇപ്പൊ എന്തായി മാറി? ഈസ്റ്റ് ആയി മാറിയല്ലേ? അല്ലേ? സോ ദെൻ വാട്ട് വിൽ നോർത്ത് ഈസ്റ്റ് ബിക്കം എന്നല്ലേ ചോദിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് എന്താ ബിക്കം? എന്തായിരുന്നു നോർത്ത് ഈസ്റ്റ്? ഈസ്റ്റ് ആയല്ലേ മാറിയത്? എന്താണ്? ഈസ്റ്റ്. റെഡി അല്ലേ? ഓക്കെ. നേരത്തെ നോർത്ത് ഈസ്റ്റ് ഇവിടെയായിരുന്നു, ഇപ്പൊ നോർത്ത് ഈസ്റ്റ് എവിടെയാ? നോർത്ത് ഈസ്റ്റ് ഇവിടെയാണ്. റെഡി? ഓക്കെ. ബി, ഓപ്ഷൻ ബി. 11 ബി. 12. The sixth largest 3-digit odd number among those with all digits distinct is. വ്യത്യസ്ത നമ്പറുകൾ മാത്രമുള്ള മൂന്നക്ക സംഖ്യകൾ എടുത്താൽ അതിൽ ഏറ്റവും വലിയ ആറാമത്തെ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാ? നിങ്ങൾ 999. പക്ഷെ പ്രശ്നമുണ്ട്, അതിനകത്ത് 3 വ്യത്യസ്ത നമ്പറുകളല്ല, 3 ഒരേപോലത്തെ നമ്പറുകളാണ്. അപ്പൊ 999 മുതൽ 990 വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. 989 ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. 988 ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. 987 ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. ഇതാണ് ആദ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന 3 വ്യത്യസ്ത അക്കങ്ങളുള്ള മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 987. അടുത്ത് നോക്കിയാൽ നിങ്ങൾ ഓഡ് നമ്പറാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓഡ് നമ്പർ അതുകൂടി ഉണ്ട്. ഓഡ് നമ്പർ ആയിരിക്കണം. യെസ്, ഇത് ഈവൺ നമ്പറാ, ഇതും ഈവൺ നമ്പർ, അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഓഡ് നമ്പർ ആയിരിക്കണം. ഇനി 986 ഉപയോഗിക്കാൻ പറ്റൂ? ഇല്ല. കാരണം എന്താ? ഈവനാ. 985 ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. ഇല്ലേ? അപ്പൊ രണ്ടാമത്തെ നമ്പർ. 983 ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. അതൊരു ഓഡ് നമ്പർ അല്ലേ? 981 ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. ഇതാണ് നാലാമത്തെ. ഇനി 980 ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് ഒരു ഈവൻ നമ്പറാ. ഇനി 979 പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അതിനകത്ത് 9 2 തവണ ഉണ്ട്. 978 പറ്റുമോ? പറ്റൂല. കാരണം അതൊരു എന്താ? ഈവൻ നമ്പറാ. 977 പറ്റുമോ? പറ്റൂല. കാരണം അതിനകത്ത് 7 2 തവണ ഉണ്ട്. 976 പറ്റുമോ? കാരണം പറ്റൂല. എന്താ? ഈവൻ നമ്പറാ. 975 പറ്റുമോ? പറ്റും. അത് ഓഡ് നമ്പറുമാണ്. 3 ഡിഫറെന്റ് നമ്പറുകളാണ്. സോ ഇതാണ് അഞ്ചാമത്തത്. ഇനി 974 പറ്റുമോ? പറ്റില്ല. കാരണം അതൊരു ഈവൻ നമ്പറാ. അടുത്തത് 973 പറ്റുമോ? 973 പറ്റും. 3 വ്യത്യസ്ത നമ്പറുകൾ, ഓഡ് നമ്പർ. ആറാമത്തെ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, 973. റെഡി അല്ലേ? അപ്പം ഏറ്റവും വലിയ 3 വ്യത്യസ്ത നമ്പറുകളുള്ള ഒറ്റ സംഖ്യ, ആറാമത്തെ ഒറ്റ സംഖ്യ 973. ഓക്കെ. അടുത്തത് 13. A fresh water tap fills a fish tank in 40 minutes. Then the same tank is filled by a salt water tap in 120 minutes. If both the taps are open, how many minutes will it take to fill the tank? ഇത് മാത്സും അതേപോലെ ഫിസിക്സും പിന്നെ കുറച്ചൊക്കെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമെന്ന് പറയുന്നില്ല, പക്ഷെ ഇത് ഞാൻ പറയുന്ന രീതി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, അത്രേ ഉള്ളൂ. സോ ആ ചോദ്യം മനസ്സിലായി. ഐഡന്റിഫൈ ആദ്യം. എ ഫ്രഷ് വാട്ടർ ടാപ്പ്, 2 ടാപ്പുകൾ ഉണ്ടെന്ന് കരുതുക. ഇതാണ് ഒന്നാമത്തെ ടാപ്പ്, ഇതാണ് രണ്ടാമത്തെ. ഒന്നാമത്തെ ടാപ്പ് ഒരു ഫിഷ് ടാങ്ക് 40 മിനിറ്റ് കൊണ്ട്, ഒരു ഫിഷ് ടാങ്ക് 40 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. രണ്ടാമത്തെ ടാങ്ക് ഇതേ ഫിഷ് ടാങ്ക് എത്ര മിനിറ്റ് കൊണ്ടാ? 120 മിനിറ്റ് കൊണ്ട്. ഒന്നാമത്തെ ടാപ്പിൽ നിന്ന്
ഫ്രഷ് വാട്ടർ ആണ് വരുന്നത്, രണ്ടാമത്തെ ടാപ്പിൽ നിന്ന് സോൾട്ട് വാട്ടർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേര് ഒരുമിച്ച് ഓപ്പൺ ചെയ്തു, രണ്ട് ടാപ്പുകൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്തു നോക്കുക നമ്മൾ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് ഫിൽ ആവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ ടാപ്പ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്, രണ്ട് ടാപ്പ് ഒരുമിച്ച് വെച്ചു, ഫസ്റ്റും സെക്കൻഡും. അങ്ങനെയാണെങ്കിൽ രണ്ട് ഓപ്പൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഫില്ലാകും? അങ്ങനെ ആദ്യത്തെ ടാപ്പ് നമ്മൾ നോക്കുന്നു. ആദ്യത്തെ ടാപ്പ് ഫില്ലാകാൻ, ടാങ്ക് ഫുള്ളാകാൻ എത്ര മിനിറ്റ് എടുത്തു? 40 മിനിറ്റ് എടുത്തു അല്ലെ? 40 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ആ ടാങ്കിന്റെ എത്ര ഭാഗം ഫില്ലായിട്ടുണ്ടാവും? 1/40. ആ ടാങ്കിന്റെ 1/40 ഭാഗം എന്തായിട്ടുണ്ടാവും? ഫില്ലായിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. റെഡി അല്ലേ? ഓക്കെ, 1/40 ഏരിയ. സോ അതിനെ നമ്മൾ റേറ്റ് എന്ന് എഴുതുക. റേറ്റ് എന്താ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് എത്ര? ഒന്നാമത്തെ ടാങ്ക് ഫില്ല് ചെയ്യുന്ന റേറ്റ് എത്രയാ? 40 ഒരു ഭാഗം. റെഡി അല്ലേ? 40 ഒരു ഭാഗം. 40 മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ആ 40 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യുന്നതിനെ 40 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു കഷ്ണമാണ് ഒരു മിനിറ്റ് കൊണ്ട്. സോ റേറ്റ് പറയാം. ഒന്നാമത്തെ ആളുടെ റേറ്റ് 1/40 ഓഫ് ടാങ്ക്, 1/40 ഓഫ് ടാങ്ക് പെർ മിനിറ്റ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ 120 വെച്ച് എഴുതുമ്പോഴോ റേറ്റ് എങ്ങനെ എഴുതുക? 1/120 ഓഫ് ടാങ്ക് പെർ മിനിറ്റ്. റെഡി അല്ലേ? ഇനി ഇവർ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ഓപ്പൺ ചെയ്യുക, രണ്ട് ടാങ്ക് ഓപ്പൺ ചെയ്യും. എങ്ങനെയാ വരിക അവരുടെ റേറ്റ്? ടോട്ടൽ റേറ്റ് എത്രയാ? 1/40 പ്ലസ് 1/120. എങ്ങനെയാ ചെയ്യുക? 120 പ്ലസ് 40 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 120 പ്ലസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 160. എത്രയാ വരിക? മാറിപ്പോയേ. 120 into 40 എന്നിട്ട് 140 into 120 അല്ലെ? 120 പ്ലസ് താഴെ എഴുതാം നമുക്ക് അല്ലെങ്കിൽ വേറൊരു പേജ് എടുക്കാം. നമുക്ക് എത്ര വരിക? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അടുത്തായിട്ട് ചെയ്യേണ്ടത് 120 പ്ലസ് 40 ബൈ 120 into 40. പറയിലുള്ള ആളെങ്ങോട്ട് എഴുതുന്നേ. സോ 160 വരും ബൈ 120 into 40. സോ 0 കട്ട് ചെയ്ത് പോയി 16ഉം 4ഉം കട്ട് ചെയ്ത് പോയി 3 വന്നു. 3ഉം 12ഉം കട്ട് ചെയ്ത് 4 വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇവിടെ താഴെ 1/40 അല്ല 1/30 കിട്ടും. 40 അല്ല, മാറിപ്പോയി. 1 അതായത് 3/120 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഒന്നും കൂടി ഒന്ന് ഒരു കൺഫ്യൂഷൻ മാറി. സോ 0 കട്ട് ചെയ്തു, ബാക്കി രണ്ടാകെ 4ഉം 12ഉം കട്ട് ചെയ്താൽ 3 വരും. സോ 1/30. റെഡി അല്ലേ? രണ്ടും കൂടി ഓപ്പൺ ചെയ്താൽ 1/30 ഓഫ് ടാങ്ക് പെർ മിനിറ്റ്. അതായത് ഒരു മിനിറ്റ് കൊണ്ട് ടാങ്കിന്റെ 30 ഭാഗം. അങ്ങനെയാണെങ്കിൽ 30 ഭാഗവും കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണ്ടി വരും? ഇത് നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മിനിറ്റ് കൊണ്ട് 30 ഭാഗമാണെങ്കിൽ 30 ഭാഗവും നിറയാൻ എത്ര മിനിറ്റ് വേണ്ടി വരും? 30 മിനിറ്റ്സ് പോരെ? 30 മിനിറ്റ്സ് പോരെ? ആൻസർ വിൽ ബി, ആൻസർ ഈസ് 30. ഓപ്ഷൻ ബി. അടുത്തത് 14. വീണ്ടും പോസിബിലിറ്റിയായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. അമിത് ഈസ് എ ബിസിനസ് മാൻ, സോ ഹി മസ്റ്റ് ബി റിച്ച്. അമിത് ഒരു ബിസിനസ് മാൻ ആണ്, അതുകൊണ്ട് തന്നെ അയാൾ എന്തായി കഴിഞ്ഞാലും റിച്ച് ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡസ് ദ ഇംപ്ലിക്കേഷൻ ഫോളോ? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് മുകളിലിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്നത്? അമിത് ഈസ് എ ബിസിനസ് മാൻ, സോ ഹി മസ്റ്റ് ബി റിച്ച്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ, ഓൺലി ബിസിനസ് മാൻസ് ആർ റിച്ച്. അങ്ങനെ പറയാൻ പറ്റുമോ? ബിസിനസ് മാൻ മാത്രമാണോ റിച്ച് ആകുക? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്ത്. അമിത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ലേ? ഇഫ് വൺ ഈസ് നോട്ട് എ ബിസിനസ് മാൻ ഹി കനോട്ട് ബി റിച്ച്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അമിത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ബിസിനസ് മാൻ ആർ റിച്ച്. അത് വേണമെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അമിത് ഈസ് എ ബിസിനസ് മാൻ, സോ ഹി മസ്റ്റ് ബി റിച്ച് എന്നാ പറഞ്ഞിരിക്കുന്നത്. അയാൾ ഉറപ്പായിട്ടും എന്തായിരിക്കണം? പണക്കാരനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി ചൂസ് ചെയ്തൂടെ? ഓൾ ബിസിനസ് മെൻ ആർ റിച്ച്. ഓപ്ഷൻ ഡി നോക്കിയേ, സം ബിസിനസ് മാൻ ആർ റിച്ച്. ചില ആളുകൾ മാത്രം പണക്കാരാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, കാരണം അവിടെ മസ്റ്റ് ബി റിച്ച് എന്നാ. മേ ബി റിച്ച് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. മസ്റ്റ് ബി റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ എന്തായിരിക്കും? റിച്ച് ആയിരിക്കും. ഓക്കെ, സോ അടുത്തത് 15ാമത്തെ ചോദ്യം. An empty plastic mug floats on a bucket of water.
when a solid iron ball is kept in the mug, it doesn't sink. When the ball is put in the water, it sinks. Compared to when the ball is in water, the water level in the bucket when the ball is in the mug is. എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അതിന് ആദ്യം നമ്മൾ സിമ്പിൾ ആണ്. ഈ 2 ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഒരു മഗ്, ഒരു ബക്കറ്റ് മതി. ആ ബക്കറ്റിൻ്റെ അകത്ത് ഒരു മഗ് കൊടുത്തിട്ടുണ്ട്. മഗ് മുകളിൽ ഫ്ലോട്ട് ചെയ്യാണ്. ആ മഗിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു അയൺ ബോൾ വെച്ചു. റെഡിയാണ്. അപ്പം അയൺ ബോളും മഗ്ഗും അതിന്റെ മുകളിൽ തന്നെ ഉണ്ട്, ഫ്ലോട്ട് ചെയ്യാണ്, സിങ്ക് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് മഗ് അവിടെ തന്നെ ഉണ്ട്, അയൺ ബോൾ ഞാൻ എവിടെ ഇടുന്നു, വെള്ളത്തിലേക്ക് ഇടുന്നു. സ്വാഭാവികമായിട്ടും അയൺ ബോൾ എന്ത് ചെയ്യുന്നു, സിങ്ക് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ ആദ്യത്തെ ഘട്ടത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ ഘട്ടത്തിൽ സിങ്ക് ചെയ്യുന്നു. സോ വാട്ടർ ലെവലുകൾ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം ഞാൻ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ സെയിം ലെവൽ ഓഫ് വാട്ടർ ആണ്. ആദ്യത്തിൻ്റെ അകത്ത് ഒരു മഗ് ഉണ്ട്, രണ്ടാമത്തേൻ്റെ അകത്ത് ഒരു മഗ് ഉണ്ട്. ആദ്യ ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സോളിഡ് സ്ഫിയറിനെ എടുത്തിട്ട് ഈ പറയുന്ന മഗിൻ്റെ വെക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സ്ഫിയറിനെ വെള്ളത്തിൻ്റെ അകത്തേക്ക്. സോ ആദ്യം കുറച്ച് വെള്ളം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു, കുറെ വെള്ളം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകും. ഇവിടെയും എന്ത് ചെയ്യുന്നു, വെള്ളം പുറത്തേക്ക് പോകും. അപ്പൊ എനിക്ക് എത്രമാത്രം വെള്ളം പുറത്തേക്ക് പോകും നോക്കിയാൽ മതി. ആദ്യ ഘട്ടത്തില് പുറത്തോട്ട് പോകുന്ന വോളിയം, വെള്ളത്തിന്റെ വോളിയം അല്ലെങ്കിൽ വാട്ടറിന്റെ വോളിയം വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും അറിയോ, ഈ മഗിന്റെയും ഈ പറയുന്ന സോളിഡ് സ്ഫിയറിന്റെയും വെയിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള വോളിയം വാട്ടർ ആണ് എന്ത് ചെയ്യുക, പുറത്തോട്ട് പോവുക. ഇയാളുടെ വെയിറ്റിന് എത്ര ഈക്വലന്റ് ആയിട്ടുള്ള വോളിയം ഉണ്ടോ അത്രയും വോളിയം വെള്ളം എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോകും. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇയാൾ കംപ്ലീറ്റ്ലി സിങ്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. എന്താ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഈ ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ പുറത്തോട്ട് പോകുന്ന വെള്ളത്തിന്റെ വോളിയം വിൽ ബി ഈക്വൽ ടു അതിനകത്ത് സിങ്ക് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ വോളിയം. ഇതിന്റെ രണ്ടിന്റെയും വോളിയം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ കുറഞ്ഞ വോളിയം വെള്ളം മാത്രമേ എന്ത് ചെയ്യാൻ സാധ്യതയുള്ളൂ, പുറത്തു പോകാൻ സാധ്യതയുള്ളൂ. അതായത് ഇവരുടെ 2 പേരുടെയും ടോട്ടൽ വെയിറ്റ് എത്രയാണോ, വെയിറ്റ് ആണ്, വെയിറ്റ് ഇതിനെ നമുക്ക് ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ലോ ഫ്ലോട്ടേഷൻ അനുസരിച്ച് ഫ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പുറത്തു പോയ വെള്ളത്തിന്റെ വോളിയം വിൽ ബി ഈക്വൽ ടു ഈ ഫ്ലോ ചെയ്യുന്ന ആളുകളുടെ വെയിറ്റ്. സ്വാഭാവികമായിട്ടും ഇയാളുടെ വെയിറ്റ് ഇതിന്റെ പുറത്തുപോയ വെള്ളത്തിനേക്കാൾ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കിളിന്റെ വോള്യത്തിനേക്കാളും കുറവായിരിക്കൂലേ? സ്വാഭാവികമായിട്ടും ഇവിടെയല്ലേ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുള്ളത്. വെള്ളം കൂടുതൽ പുറത്തോട്ട് പോകുമ്പോൾ വാട്ടർ ലെവൽ എന്താ ചെയ്യുക, കൂടുതൽ കുറയല്ലേ ചെയ്യുക. എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ ഇവിടെ കുറവും വാട്ടർ ലെവൽ ഇവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ ചോദ്യം ഇതാ, കമ്പയർഡ് ടു വെൻ ദ ബോൾ ഈസ് ഇൻ വാട്ടർ. ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ, ഇയാളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദ വാട്ടർ ലെവൽ ഇൻ ദ ബക്കറ്റ് വെൻ ദ ബോൾ ഈസ് ഇൻ ദ മഗ്. വാട്ടർ ലെവൽ ഇൻ ദ ബക്കറ്റ്, ഈ ബക്കറ്റിലുള്ള വാട്ടർ ലെവൽ എന്താ ചെയ്യുക, കൂടുതലായിരിക്കൂലേ, ഹയർ ആയിരിക്കും. റെഡി? സോ ഇതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. റെഡി? ഇത്രയേ ഉള്ളൂ. അപ്പം 15 ചോദ്യങ്ങൾ, 20 എണ്ണത്തിൽ 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പിക്ക് ചെയ്തല്ല, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പിക്ക് ചെയ്ത 15 ചോദ്യങ്ങൾ. ഈ 15 എണ്ണത്തിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ചെയ്തതനുസരിച്ച് എങ്ങനെയാലും 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, സോ നിർബന്ധമായിട്ടും ഇതേപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പാർട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. കുറച്ചെണ്ണല്ല, കുറച്ച് വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ട് ചെയ്ത വീഡിയോ നമ്മളും അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് കാര്യങ്ങളുള്ളത്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ വളരെ നല്ല രീതിയിൽ നിങ്ങൾ പാർട്ട് ബിയും സിയും പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഈ പാർട്ട് എന്റെ ടോപ്പിക്കുകൾ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 20 മുതൽ 30 വരെ മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, സോ ഇത്രയാണ്. നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.